ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സ്മൂത്തി തന്നെയാണ്. നമ്മളുടെ ഈ സമ്മറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം കുളിർക്കാനും ശരീരത്തിന് ആവശ്യമായ എന്താ പറയുക വെള്ളം കിട്ടാനും ശരിക്കും നല്ല ഒരു കൂളിംഗ് ഇഫക്റ്റ് ശരീരത്തിന് ആ ബോഡിയുടെ കൂളിംഗ് ഇഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് പിന്നെ ആരോഗ്യത്തിനും വളരെ ഫലപ്രദമായ കാര്യമാണ് ഫ്രൂട്ട്സ് കൊണ്ടുള്ള സ്മൂത്തീസ്. ഇപ്പോൾ നാച്ചുറലായിട്ട് തന്നെയല്ലേ നമ്മളിതൊക്കെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ടിന്നിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ കുപ്പിയിൽ കിട്ടുന്നതോ അങ്ങനെയുള്ള ശീതളപാനീയങ്ങളൊക്കെ അത്രയും നല്ലതല്ല. എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും അതൊക്കെ നമ്മളൊരു സന്തോഷത്തിന് ഒരു പെട്ടെന്നൊരു തണുപ്പോട് കൂടി കുടിക്കുമ്പോൾ ഒരു ദാഹം ശമിക്കുന്ന പോലെ തോന്നുമെങ്കിലും നമ്മളുടെ ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്നത് പോലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ധാരാളം വൈറ്റമിൻ സി അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോ ഫ്രൂട്ടിനും അതിൻ്റേതായ ധാരാളം വൈറ്റമിൻസും ഇഷ്ടം പോലെ മിനറൽസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിന്നിവിടെ കിവി ബനാന സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കിവി സ്മൂത്തിക്ക് വേണ്ട ചേരുവകൾ: കിവി 2 എണ്ണം തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചത്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് 1/2 കപ്പ്, ഐസായി തണുപ്പിച്ച പാല് 1 കപ്പ്, തേൻ 2 ടേബിൾ സ്പൂൺ, റോബസ്റ്റ പഴം 1 എണ്ണം. അപ്പോൾ ഇവിടെ ചേരുവകളെല്ലാം റെഡിയാണ്. നമ്മൾക്കിനി നമ്മുടെ കിവി സ്മൂത്തി റെഡിയാക്കിയാൽ മതി. എന്തൊരു ഭംഗിയല്ലേ കിവി കാണാൻ. നോക്ക്, നല്ല ഒരു ഗ്രീൻ കളർ, അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഡിസൈനും ഒക്കെ ആയിട്ട് നമുക്ക് നാച്ചുറലായിട്ട്. ദൈവം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത് നമുക്ക് അതിശയം തോന്നും. ഓരോ ഫ്രൂട്ടിൻ്റെ സ്ട്രോബെറി കാണുമ്പോൾ അതൊരു ഭംഗി, കിവി കാണുമ്പോൾ മറ്റൊരു ഭംഗി. ഓരോ ഫ്രൂട്ടിനും വ്യത്യസ്തമായ കളേഴ്സ്. ഈ കളേഴ്സ് എല്ലാം തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ പല 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 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പച്ച കളറ്, പിങ്ക് കളർ, പിന്നെ മാങ്ങയ്ക്കൊരു യെല്ലോ ഓറഞ്ച് കളർ, ഓറഞ്ച് ജ്യൂസിനൊരു ഓറഞ്ച് കളറ്, ഓറഞ്ചിന്, പൈനാപ്പിളിന് മഞ്ഞ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോന്നിൻ്റെയും വ്യത്യസ്തമായ നിറഭേദങ്ങൾ. ഇപ്പോൾ നമ്മൾ ആദ്യം സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കിവി, ഇതിപ്പോൾ 2 കിവി ഫ്രൂട്ടുണ്ട്, അതും കിവി മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുറച്ചുകൂടി ഒരു ബോഡി കിട്ടുന്നതിന്, കുറച്ചുകൂടി ഒരു എന്താ പറയുക, അതിനൊരു കൊഴുപ്പ് കിട്ടുന്നതിന് നമ്മൾ പഴവും കൂടി ചേർക്കുന്നു. പഴം എപ്പോഴും നല്ലതാണ്. റോബസ്റ്റ 1 എണ്ണം മുഴുവൻ വേണമെന്നില്ല, ഒരു ഹാഫ് ആയാലും മതി, ഒരു പകുതി റോബസ്റ്റ പഴമായാലും മതിയാണ്. ഞാൻ എപ്പോഴും പഴം ഫ്രഷായിട്ട് അന്നേരമാണ് കട്ട് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ കളറ് മാറിപ്പോകും. പിന്നെ പറ്റുമെങ്കിൽ ഐസ് പാല്, നല്ല ഫ്രോസൺ ആയിട്ടുള്ള പാല് തന്നെ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു 1/2 കപ്പ് യോഗേർട്ട്, അധികം പുളിയില്ലാത്ത. കാര്യം നല്ല പുളിയുണ്ട്, മറ്റേ എന്താ പറയുക, നമ്മുടെ കിവിക്ക് ഇച്ചിരി അത്യാവശ്യം പുളിയുണ്ട്, അത് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര്. പിന്നെ പഞ്ചസാരയല്ല ചേർക്കുന്നത്, നമ്മൾ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ്, തേനാണ്. തേൻ ആരോഗ്യത്തിന് വളരെ നല്ലത്, ശരീരത്തിന് നല്ല കാര്യം. ഒരു 1-2 ടേബിൾ സ്പൂൺ തേനാകാം. തേനും പിന്നെ നമ്മൾ ഫ്രോസൺ മിൽക്ക്, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ഐസ് പോലാക്കിയ പാൽ, അതേതാണ്ട് 1 കപ്പ് വരെ ആകാം. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ്. അങ്ങനെ നമ്മുടെ കിവി സ്മൂത്തിയും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നല്ല ഇളം പച്ച നിറത്തിലെ അതിസുന്ദരിയായ സ്വാദുള്ള നമ്മളുടെ കിവി സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എന്തൊരു ഭംഗിയല്ലേ ഇതിനെ കാണാൻ. അതിനകത്തുള്ള ആ ബ്ലാക്ക് ചെറിയ ചെറിയ സീഡ്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു ഇളം പച്ച നിറവും അതിനോടൊപ്പം ഒരു കറുത്ത കുത്തു പോലെ ഇങ്ങനെ ചെറിയ അതിൻ്റെ സീഡ്സൊക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ് ഈ കിവി എന്ന് പറയുന്നത്. സ്വാദിൻ്റെ കാര്യത്തിൽ മുൻപിൽ തന്നെയാണ്. ഇത് ഒന്ന് ഇങ്ങനെ തയ്യാറാക്കി കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു സൂത്തിങ് കളറാണ്. സൂത്തിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുളിർമ തരുന്ന ഒരു കളർ. അപ്പോൾ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയതല്ലേ? തീർച്ചയായിട്ടും പറ്റിയതാണ്. മാത്രമല്ല ഇതിൻ്റെ ധാരാളം നല്ല നല്ല കാര്യങ്ങളുണ്ട് കിവിയിൽ. ഒരു പ്രാവശ്യമെങ്കിലും ഈ കിവി സ്മൂത്തി തയ്യാറാക്കി കഴിച്ച് നോക്കണം, ഇഷ്ടമാവും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഫ്രൂട്ട്സായി. ഇത് കിവി സ്മൂത്തി, പിന്നെ നമ്മൾ പൈനാപ്പിൾ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ട്രോബെറി സ്മൂത്തി തയ്യാറാക്കി നോക്കി. ഇനിയും എത്രയോ ഫ്രൂട്ട്സ് കൊണ്ട് നമ്മൾ സ്മൂത്തീസ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് ഈ സമ്മറിന് വേണ്ടിയിട്ട് തയ്യാറാക്കി കാണിക്കുകയാണ്. നിങ്ങൾ മാറി മാറി ഓരോ ദിവസവും ഓരോ സ്മൂത്തി തയ്യാറാക്കി കഴിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും.
ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്നായിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു കാരമൽ ബനാന ഫ്രഞ്ച് ടോസ്റ്റാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും, മുതിർന്നവർക്കും അതുപോലെ തന്നെ ഇഷ്ടമാവും. പിന്നെ രണ്ടാമത് കാണിച്ചതും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ് കിവി ബനാന സ്മൂത്തി. തീർച്ചയായിട്ടും ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടോടെ